കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ. അതിൽ പ്രീമിയം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീമിയം റിസീവ്ഡ് കേസ് ആണെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്? പ്രീമിയം റിസീവ്ഡ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഈ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്തായിരിക്കും? നോട്ട് പെയ്ഡ് ആയിരിക്കും. അത് മനസ്സിൽ വെക്കണേ. ടു ഷെയർ കോൾ അതും നോട്ട് പെയ്ഡ് ആയിരിക്കും. ടു ഫോർഫീറ്റഡ് ഷെയർ ഇതെന്താണ്? പെയ്ഡ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താ എൻട്രി വരിക? ഓൾട്ടർനേറ്റീവ് എൻട്രി എന്ന് പറയുന്നത് എന്താ? ഇതിന് പകരം നമുക്ക് ഒരു എൻട്രി ഉണ്ട്. അതെന്താ? കോൾസ് ഇൻ അരിയർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, കോൾസ് ഇൻ അരിയർ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ നമ്മൾ എൻട്രി മാറി. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതുക. സെയിം തന്നെ നമ്മൾ വരും, ഒരു മാറ്റമില്ല. പക്ഷേ ഈ രണ്ട് ഇതില്ലേ, പേ ചെയ്യാത്ത രണ്ട് അലോട്ട്മെൻറ്റും കോളും, അത് നമ്മൾക്ക് മാറും. അത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടു കോൾസ് ഇൻ അരിയർ ആവും. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്കലി ഞാൻ പറഞ്ഞു തന്നപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോൾസ് ഇൻ അരിയറിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് ടു കോൾസ് ഇൻ അരിയർ ആവും. ഇത് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തേക്കുക ടു ഫോർഫീറ്റഡ് ഷെയർസ്. ഇപ്പം ഞാനിവിടെ യെല്ലോ ഹൈലൈറ്റ് ചെയ്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ കളർ കൊടുത്തിട്ടുള്ള യെല്ലോ കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതിന് മാറ്റങ്ങളില്ല, സെയിം തന്നെയാണ്. പക്ഷേ കൊടുക്കാത്ത ടു ഷെയർ അലോട്ട്മെൻറ്റും ടു ഷെയർ കോളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താവും? കോൾസ് ഇൻ അരിയർ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ബേസിക് ജേർണൽ എൻട്രി വരുന്നത്. ഇനി ഇവിടെ ഈ ഷെയർ ക്യാപിറ്റൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രീമിയം എടുക്കാൻ പാടില്ല, ലെസ് പ്രീമിയമാണ്. അതുപോലെ തന്നെ എവിടെയും പ്രീമിയം എടുക്കാൻ പാടില്ല, ഇവിടെയും പ്രീമിയം എടുക്കാൻ പാടില്ല. ഇത് ബേസിക് കാര്യമാണ്, നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പി ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 അറ്റ് എ പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ. പ്രീമിയം 2 ആണ്, ഫേസ് വാല്യൂ 10. ഓക്കെ, അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് 5, ഫസ്റ്റ് കോൾ 3. 4 + 5 + 3 12. അപ്പോൾ 12ൽ 2 പ്രീമിയം ആണ്. അപ്പോൾ പ്രീമിയം സൈലൻ്റ് ആണ്. എവിടെയാണ് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ പ്രീമിയം എവിടെ കൊടുക്കണം? അലോട്ട്മെൻറ്റിൽ കൊടുക്കണം. അത് പ്രീമിയം സൈലൻ്റ് ആണെങ്കിൽ അലോട്ട്മെൻറ്റിലാണ് എപ്പോഴും പേ ചെയ്യേണ്ടത്. ഓക്കെ, ജി ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ ജി എന്ന് പറഞ്ഞ ഒരാൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ? കോൾസ് ഇൻ അരിയർ വന്നു. ഹി ഷെയർസ് ഫോർ ഫോർഫീറ്റഡ് ബിഫോർ മേക്കിംഗ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഇവിടെ പ്രീമിയം അടച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുക? അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വിച്ച് മീൻസ് എന്താണ്? അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം അടച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ, പ്രീമിയം നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ എന്താ വരിക? ഇപ്പം ഞാൻ ഷെയർ ക്യാപിറ്റലിന് ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആരും കൂടി ഡെബിറ്റ് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയത്തിനും കൂടി ഞാൻ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രീമിയം ഡെബിറ്റ് ചെയ്തു, ഷെയർ ക്യാപിറ്റലും ഡെബിറ്റ്. ഇവിടെയൊക്കെ സെയിം തന്നെ. ടു ഷെയർ അലോട്ട്മെൻറ്റ് തന്നെ വരും. ഇതും 2 ഷെയർ കോൾ തന്നെ. ഇത് ഫോർഫീറ്റ് ഷെയർലെസ് പ്രീമിയം വരും. ഇതെല്ലാം സെയിം തന്നെ. ഇവിടെയും അതുപോലെ. ഇപ്പോൾ കോൾസ് ഇൻ അരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ മാറ്റം വരുന്നത് എന്താ? ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനെ ഡെബിറ്റ് ചെയ്യണം. സ്പേസ് ഇല്ല അവിടെ. ഓക്കെ, നമുക്കിനി ആ ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് 5 + 3 എന്ന് പറഞ്ഞാൽ എത്ര മൊത്തം വരും? 12. ഇതിൽ എവിടെയാണ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടില്ല. പ്രീമിയം സൈലൻ്റ് ആണെങ്കിൽ പ്രീമിയം നമ്മൾ എവിടെ കൊടുക്കണം? അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത് എന്നും കൂടിയതാണ് 3 + 2. അപ്പോൾ 2 പ്രീമിയമാണ്. ക്ലിയർ ആണോ? ജി ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി. ഹിസ് ഷെയർസ് were forfeited before making first and final call. പാസ് ജേർണൽ എൻട്രി.
ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കോളും ഫൈനൽ കോളും എന്ത് ചെയ്തിട്ടില്ല? ഫസ്റ്റ് കോളും ഫൈനൽ കോളും മെയ്ഡ് ചെയ്തിട്ടില്ല. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റീസ്, പ്രീമിയം, അക്കൗണ്ട് ഡെപ്റ്റർ, 2 forfeited shares, 2 equity share allotment. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഷെയർ ക്യാപിറ്റൽ ഫിൽ ചെയ്താലോ. എത്ര കോള് വിളിച്ചു? 4ഉം 5ഉം വിളിച്ചു. പക്ഷെ അതിൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ പ്രീമിയം മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് എത്ര വിളിച്ചത്? നമ്മൾ 4ഉം 3ഉം, അതായത് 7. 200 × 7 എത്ര വരും? 1400. ഓക്കെ, പ്രീമിയം എത്ര അടയ്ക്കാത്ത? പ്രീമിയം എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ ആ 2 രൂപ അടച്ചിട്ടില്ല. അപ്പോൾ 200 × 2 400 വരും. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല എന്ന് പറഞ്ഞു. ജി ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞു. ഇവിടെ അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല എന്ന് വെച്ചാൽ എത്ര രൂപയാണ് മൊത്തം വരുന്നത്? 200 × 5. അലോട്ട്മെൻറ്റ് മണി അതായത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണ് കേട്ടോ. അടയ്ക്കാത്തതിലേക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഇൻക്ലൂഡ് പ്രീമിയം. ഇവിടെ ഇൻക്ലൂഡ് പ്രീമിയം ആണ്. ഫോർഫീറ്റിൽ പക്ഷേ പ്രീമിയം എഴുതാൻ പാടില്ല. ഇവിടെ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യാം. 200,000 വരും. ഇപ്പോൾ എസ്യൂം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ പ്രീമിയം ഉണ്ടെന്ന് വിചാരിക്കുക. ആപ്ലിക്കേഷൻ അടച്ചതാണ് എങ്കിൽ ഇവിടെ ഒരിക്കലും ഫോർഫിറ്ററിലെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിലൊരിക്കലും പ്രീമിയം എടുക്കാൻ പാടില്ല. ഇവിടെ എന്തെടുക്കാൻ പാടില്ല? പ്രീമിയം എടുക്കാൻ പാടില്ല. അത് ഓർത്ത് വെക്കണേ. അപ്പോൾ ബാക്കി 1400ഉം 1000 എന്ന് പറയുമ്പോൾ ബാക്കി എത്രയാണ്? 800. ഓക്കെ, അതായത് അടച്ചത് എന്താ? ആപ്ലിക്കേഷൻ മാത്രം. അതായത് 200 × 4. നമുക്ക് ഒന്നെങ്കിൽ ബാലൻസിങ് ഫിഗർ ഇടാം, അല്ലെങ്കിൽ 200 × 4 എഴുതാം. എന്നിട്ട് നരേഷൻ എഴുതണം. കൺസെപ്റ്റ് മനസ്സിലായോ? ബേസിക് മനസ്സിലായോ? ക്ലിയർ അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ കോൾ സിനാരിയോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? അത് നോക്കിയാലോ. അതായത് ഇവിടെ മാത്രം ഞാൻ മാറ്റും, ബാക്കിയെല്ലാം സെയിം തന്നെ. 2 കോൾ സിനാരിയോ എന്നാക്കും. കോൾ സിനാരിയോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ആൻസർ വരിക. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ജി ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി, അതുപോലെ ഇവിടെ ഇങ്ങോട്ട് ഒന്ന് മാറ്റുകയാണേ. ഇവിടെ ജി എന്ത് പേ ചെയ്തില്ല? അലോട്ട്മെൻറ്റ് പേ ചെയ്തില്ല. അതുപോലെ തന്നെ എന്തും പേ ചെയ്തില്ല? ഫസ്റ്റ് കോളും പേ ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടും പേ ചെയ്തിട്ടില്ല. മീൻസ് എന്താ? രണ്ടും വിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? മീൻസ് എത്രയാണ് വരിക? നമുക്ക് 4, 5ഉം 3 അല്ലേ? വിച്ച് 12ൽ 2 ഒഴിച്ചാൽ ബാക്കി 10 രൂപ കോൾഡ്. അപ്പം ഓക്കെ, ഇവിടെ എന്ത് വരും? 200 × 10 വരും. അതായത് മൊത്തം വിളിച്ചു നമ്മൾ 200 × 10 2000. ഇവിടെ എന്താ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു? ഇതും അടച്ചിട്ടില്ല, ഇതും അടച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പ്രീമിയം നമ്മൾ ഇവിടെ പ്രീമിയം എന്താക്കണം? പ്രീമിയം 2 രൂപ ഇവിടെ കാണിക്കണം. 200 × 2. പ്രീമിയം അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ഡെബിറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്? ജി ഡിഡ് നോട്ട് പേ അലോട്ട്മെൻറ്റ് മണി, സബ്സിക്വൻറ്റ് ഫെയിലിയർ ടു പേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, വിച്ച് മീൻസ് ജി എന്ത് പേ ചെയ്തിട്ടില്ല? അലോട്ട്മെൻറ്റ് മണിയും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും പേ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെൻറ്റ് വിളിച്ചു, ഫസ്റ്റ് കോൾ വിളിച്ചു, 4 + 5 + 3 മൊത്തം വിളിച്ചു. അത് നമുക്ക് ഇവിടെ ഷെയർ ക്യാപിറ്റൽ എഴുതുമ്പോൾ നമ്മൾ 10 മാത്രമേ എഴുതാൻ പാടുള്ളൂ. പ്രീമിയം നമ്മൾ വേറെ കാണിക്കണം. പ്രീമിയം അടച്ചിട്ടില്ല എന്നും പറഞ്ഞു. അതായത് അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ഈ 400 വരുന്നത്, പ്രീമിയം ഡെബിറ്റ് ചെയ്തത്. പിന്നെ ഷെയർ ക്യാപിറ്റലിൽ 10 രൂപ മൊത്തം കോൾഡ് വരും. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? കോൾസ് ഇൻ അരിയർ നോക്കാം. കോൾസ് ഇൻ അരിയറിൽ നമ്മൾ എന്തെടുക്കണം? പ്രീമിയം ഇൻക്ലൂഡ് ആക്കണം. അപ്പോൾ എന്തൊക്കെ വരും? 200 × 5 + 200 × 3 വരും. എന്ന് വെച്ചാൽ 1600 ആണ് കോൾസ് ഇൻ അരിയർ വരിക.
ബാക്കി ബാലൻസ് എത്ര വരും ഇവിടെ? ഫോർഫിറ്ററിൽ 800. അല്ലെങ്കിൽ ഇങ്ങനെ 200 × 4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ സെയിം ഇതിൽ നിന്ന് തന്നെ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.